ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ EVS ആണ് എടുക്കുന്നത്. EVSൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഫ്ലവേഴ്സ്. എങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിനെ പരിചയപ്പെടാം. ആദ്യത്തെ ഫ്ലവറാണ് റോസ്. ഇതാണ് റോസ്. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ റോസ് ഉണ്ടോ? അടുത്ത ഫ്ലവറാണ് മാരിഗോൾഡ്. മാരിഗോൾഡ് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത ഫ്ലവറാണ് നീലക്കുറിഞ്ഞി. 12 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു പൂവാണ് നീലക്കുറിഞ്ഞി. ഇത് കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ ഇത് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ? അടുത്ത ഫ്ലവറാണ് സൺഫ്ലവർ. സണ്ണുള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് അതിന് സൺഫ്ലവർ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ സൺഫ്ലവറിന് സൂര്യകാന്തി എന്നും പറയാം. അടുത്ത ഫ്ലവറാണ് ഹിബിസ്കസ്. ഹിബിസ്കസ് ഒരു ഔഷധ ചെടിയാണ്. മലയാളത്തിൽ ഇതിന് ചെമ്പരത്തി എന്നും പറയും. അടുത്ത ഫ്ലവറാണ് വാട്ടർ ലില്ലി. വെള്ളത്തിൽ ചില സീസണുകളിൽ ഒറ്റയ്ക്ക് വളർന്നു വരുന്ന ഒരു പൂവാണ്. ഈ ഫ്ലവറിന്റെ പേരാണ് വിംഗാ റോസ്. ഈ ഫ്ലവർ പല നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഫ്ലവറാണ് ആന്തോറിയം. ഇത് നല്ല ഭംഗിയാണ്. ആന്തോറിയം പല നിറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഫ്ലവറാണ് ഗോൾഡൻ ഷവർ. ഗോൾഡൻ ഷവർ കാണാൻ നല്ല ഭംഗിയാണ്. മലയാളത്തിൽ ഇതിന് കണിക്കൊന്ന എന്ന് അറിയപ്പെടുന്നു. അടുത്ത ഫ്ലവറാണ് വാട്ടേഴ്സ്. വെള്ളത്തിൽ വളരുന്ന ഒരു പൂവാണ്. നല്ല ഭംഗിയാണ് ലോട്ടസിനെ കാണാൻ. ലോട്ടസ് നമ്മുടെ നാഷണൽ ഫ്ലവർ കൂടെയാണ്. നമ്മുടെ ലാസ്റ്റ് ഫ്ലവറാണ് ഇക്സോറ. ഒരു തേൻ തരുന്ന പൂവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ.